ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജനുവരി 2025 CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. അപ്പോൾ റിസൾട്ട് എപ്പോൾ വരുമെന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മുടെ ICAയുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച്, അതായത് CA ഫൈനൽ നവംബർ 2024 എക്സാമിനേഷൻ്റെ റിസൾട്ട് ഏകദേശം ഒരു ഡിസംബർ 30 ആ ഒരു ഡേറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്സാമിനേഷൻ നടന്ന് സാധാരണ വരുന്നതിനേക്കാളും ഒരു 10-12, അതായത് 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ CA ഫൗണ്ടേഷൻ ജനുവരി 2025 റിസൾട്ട് എന്തായാലും ഒരു ഫെബ്രുവരി ലാസ്റ്റോടെ വരാനുള്ള സാധ്യതയുണ്ട്. ഫെബ്രുവരി ലാസ്റ്റോ അത് കുറച്ചെങ്കിലും ഡിലേ വന്നാൽ തന്നെയും ഒരു മാർച്ച് ഫസ്റ്റ് വീക്കോടെയെങ്കിലും റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കോടെ എന്തായാലും CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മെയ് 2025 എക്സാമിനേഷൻ നടക്കാനുള്ളത് കൊണ്ട് തന്നെ റിസൾട്ട് കുറേ ഡിലേ ആക്കാൻ സാധ്യതയില്ല. അപ്പോൾ റിസൾട്ട് ഈ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റിന് ഫെബ്രുവരി ലാസ്റ്റ് വീക്കോ മാർച്ച് ഫസ്റ്റ് വീക്കോ വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എക്സ്പെക്റ്റഡ് പാസിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞാലും CA ഫൗണ്ടേഷൻ ഇപ്പോൾ കഴിഞ്ഞ 2 അറ്റംപ്റ്റുകളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. അതായത് എക്സാമിനേഷൻ്റെ ലെവലും കുറച്ച് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പാസിംഗ് പെർസെൻറ്റേജ് ഒരു 15 to 20 അതിൻ്റെ ഇടയിൽ നിൽക്കാനുള്ളതാണ് സാധ്യതയായിട്ട് കാണുന്നത്, എക്സ്പെക്റ്റഡ് പാസിംഗ് പെർസെൻറ്റേജ്. കാരണം ബിസിനസ് ലോ എക്സാമൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ടൈറ്റായിട്ടാണ് ഈ എക്സാമിനേഷൻ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലായിരിക്കും പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ജനുവരി 2025 എക്സാമിനേഷൻ എഴുതിയ എല്ലാ CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്.